ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അതിൻ്റെ കൂടെ ഞാൻ മുരിങ്ങയിലയിട്ട് പുട്ടും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം കഴുകിയെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം വിനീഗറിൽ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ആ ബ്ലഡൊക്കെ അങ്ങ് നല്ലോണം പൊക്കോളും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മല്ലിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഈ ബീഫിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ബീഫിന് നല്ല കളർ കിട്ടും. കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാളയും ഒരു 20 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. നല്ലോണം അരിഞ്ഞ് അതും കൂടി ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കണം. ഇനി നമ്മളിത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുക്കറിൽ വേവിക്കണം. ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ള ബീഫായതുകൊണ്ട് ഞാനൊരു 40 മിനിറ്റോളം വേവിക്കുന്നുണ്ട്. ഇളം ബീഫാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് നേരം വേവിച്ചാൽ മതി. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി 3 റെഡ് ചില്ലി വേണം, ഒരു 8-9 ഗ്രാമ്പു വേണം, കുറച്ച് പെപ്പർ കോൺസ് വേണം, ഒരു 3 പട്ട വേണം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം വേണം, ഒരു തക്കോലം, 2 ഏലക്ക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം നല്ലോണം. ഇതാണ് ബീഫ് മസാലയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചട്ടിയിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. ഇതിന് നല്ലൊരു പച്ചമണം മാറി വരുന്നവരെ ഇളക്കണം. ഇനി ഇതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളിയും 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതേ കുറച്ച് ഉപ്പ് ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ വെള്ളം എല്ലാം നല്ലോണം വറ്റി വരണം. അപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടെ ആഡ് ചെയ്തു, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചത്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള 1 ടീസ്പൂൺ പെപ്പറും 1 ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കണം. അപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ 2 കുറ്റി പുട്ട് അതിനാവശ്യത്തിനുള്ള അരിപ്പൊടിയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഇത് നല്ലോണം ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം, നല്ല പൊടിയായിട്ട് കിട്ടാൻ. എന്നിട്ട് നമ്മൾ മുരിങ്ങയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയിട്ട് പുട്ടും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇനി ഇതേപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.